ഹായ്, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും പോയ ശേഷം അഖില അൽമാരിയിൽ നിന്നും തോക്കെടുക്കുകയാണ്. അതിനുശേഷം അവിടെ തൂക്കിയിരിക്കുന്ന ആനന്ദിന്റെ ഫോട്ടോയിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ശിവരാമകൃഷ്ണൻ റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് ശിവരാമകൃഷ്ണൻ ഫോട്ടോയിൽ നോക്കി പറയുകയാണ്, ഇനിയൊരു മാല കൂടി ചാർത്തിയാൽ എല്ലാം പൂർണ്ണമാകും. അല്ലേ അഖില, അവനെ മനസ്സിലിട്ട് കൊന്നുകളഞ്ഞു അല്ലേ നീ? അവനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് കൊണ്ട് നീ എന്തു നേട്ടമാണ് ഉണ്ടാക്കുന്നത്? അവൻ എന്റെയും കൂടി മകനാണ്. നീ മനസ്സിലിട്ട് സംസ്കരിച്ചാലും എന്റെ ഉള്ളിലും എന്റെ കൺമുന്നിലും അവൻ എന്നും ജീവനോടെ ഉണ്ടാകും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. നിന്റെ ഈ മൗനത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല അഖില. ഈ അടുത്ത കാലത്തായിട്ട് നിന്നെയും എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അഖിലയെ തട്ടി ശിവരാമകൃഷ്ണൻ വീണ്ടും ചോദിക്കുകയാണ്, നീ എന്റെ അഖില തന്നെയാണോ? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി, നീ എന്ത് കളിയാണ് ഈ കളിക്കുന്നത്? എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യാത്ത നീ എന്നെയും ചതിച്ച് എന്തൊക്കെ പ്രവർത്തികളാണ് കാട്ടിക്കൂട്ടുന്നത്? ആനന്ദ് ചോദിച്ച ചോദ്യങ്ങൾക്ക് നിനക്ക് ഉത്തരങ്ങളില്ലായിരുന്നു. കൃത്യമായ ഉത്തരങ്ങളില്ലാതെ നിൽക്കുമ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കൃത്യമാണ് എന്നല്ലേ അർത്ഥം? ശിവരാമകൃഷ്ണൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അഖിലാണ്ടേശ്വരി മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. എന്നും എന്റെ ഭാര്യയെ ന്യായീകരിച്ച് ജീവിച്ചവനാണ് ഞാൻ. എനിക്ക് പോലും ഇപ്പോൾ നിന്നെ കുറ്റപ്പെടുത്താനേ കഴിയുന്നുള്ളൂ. വാസ്തവത്തിൽ നിനക്ക് എത്ര മുഖങ്ങളുണ്ട് അഖില? നിന്റെ ഏത് ഭാവമാണ് സത്യം? നീ പ്രകടിപ്പിക്കുന്ന ഏത് വികാരമാണ് യാഥാർത്ഥ്യം? ഔട്ട് ഹൗസിൽ താമസിച്ചിരുന്ന ആനന്ദിനെയും കല്യാണിയെയും കൂട്ടി തൃച്ചംബരം പോലും ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഇങ്ങോട്ടത്തേക്ക് വിളിച്ചു വരുത്തിയത് എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കൂടപ്പിറപ്പ് എന്ന വാക്കിന്റെ അർത്ഥം നിന്റെ നിഘണ്ടുവിൽ മുഖ്യശത്രു എന്നാണോ? സ്നേഹം എന്ന വാക്കിന് നീ കൊടുക്കുന്ന വ്യാഖ്യാനം വിദ്വേഷം എന്നാണോ? പറയൂ അഖില. ഈയിടെയായി വെള്ളപൂശിയ ശവക്കല്ലറയായി മാറിപ്പോയോ നിന്റെ മനസ്സ്? ആ പാവം ദാസിനെ കൊന്നത് നീയാണോ അഖില? ആ പാവത്തിനെ കൊല്ലാൻ വേണ്ടിയാണോ സ്നേഹം അഭിനയിച്ച് തൃച്ചംബരത്തേക്ക് വിളിച്ചു വരുത്തിയത്? അതല്ല എന്ന ഒരു വാക്ക് നീ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നീ എന്തിന് ആ സമയത്ത് അവിടെ പോയി? ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നിൽക്കുന്ന അഖിലാണ്ടേശ്വരിയെ പിടിച്ച് നേരെ തിരിച്ചിട്ട് വീണ്ടും ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, എന്നോട് മാത്രമെങ്കിലും നിനക്ക് സത്യം പറഞ്ഞുകൂടെ? പാതി ഹൃദയവുമായി ജീവിക്കുന്ന എനിക്ക് ഇതൊന്നും സഹിക്കാനുള്ള ശേഷിയില്ല. അന്നേരം അഖില രാജേശ്വരി ഫോണിൽ കൂടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ഹൃദയം തകരുന്ന കാര്യങ്ങളൊക്കെ ശിവരാമകൃഷ്ണൻ അറിഞ്ഞാൽ അദ്ദേഹം ചാകും എന്നൊക്കെ രാജേശ്വരി പറഞ്ഞ കാര്യങ്ങൾ അഖില ആലോചിക്കുന്നു. വീണ്ടും ശിവരാമകൃഷ്ണൻ പറയുകയാണ്, നിന്റെ മൗനം എന്നെ ഭയപ്പെടുത്തുന്നു. എന്റെ പ്രിയപ്പെട്ടവളുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ എനിക്ക് ഭയമാകുന്നു. ഈ കണക്കിന് നീ എനിക്ക് തരുന്ന ആഹാരം ഞാൻ എങ്ങനെ വിശ്വസിച്ച് കഴിക്കും? ഒരേ കിടപ്പറയിൽ എങ്ങനെ കിടന്നുറങ്ങും? ഉറക്കത്തിൽ നീ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയില്ല എന്ന് എന്താണ് ഉറപ്പ്? ഇതൊക്കെ കേട്ടിട്ടും ഒരക്ഷരം മിണ്ടാനാകാതെ നിൽക്കുകയാണ് അഖില. അഖില, നീ ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ്, അതിലുപരി ഒരു സ്ത്രീയാണെന്നു പോലും നീ മറക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അഖില. ഞാൻ നിന്നിൽ നിന്നും ഒരു മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്കത് കിട്ടിയേ പറ്റൂ. ഇനിയും ഒരു വിഡ്ഢിയെ പോലെ ഈ നില തുടരാൻ എനിക്ക് സാധ്യമല്ല. പറയൂ, എന്താണ് നീ? ഭർത്താവിനെയും മക്കളെയും കുടുംബത്തെയും മറന്ന് എങ്ങോട്ടാണ് നിന്റെ യാത്ര? അന്നേരം അഖില പറയുകയാണ്, മനുഷ്യജന്മത്തിന് മാത്രമായി ദൈവം കൽപ്പിച്ചു തന്ന ഒരു അനുഗ്രഹം എന്താണെന്നറിയാമോ കൃഷ്ണേട്ട? അറിഞ്ഞുകൊണ്ട് മറക്കാനും മറന്നുകൊണ്ട് ചിരിക്കാനുമുള്ള കഴിവ്. മരണം അർഹിക്കുന്നവർ അത് ഇരന്നു വാങ്ങും. അത് പലർക്കും അനുഗ്രഹവുമാണ്. അങ്ങനെയുള്ളവരെ കൊല്ലുന്നത് ഒരു തരത്തിൽ സൽക്കർമ്മം തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു മരണം ഡ്രൈവർ ദാസ് അർഹിച്ചിരുന്നില്ല. ഇത്രയും പറഞ്ഞ ശേഷം അഖിലാണ്ടേശ്വരി അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മദ്യപിക്കുന്ന പ്രിയങ്കയാണ്. അവിടേക്ക് ഗംഗ വരികയാണ്. ഗംഗ പറയുകയാണ്, കൊള്ളാം, വളരെ മനോഹരമായ കാഴ്ച. തുടർച്ചയായിട്ടുള്ള പരാജയം ചിലരെ തികഞ്ഞ മദ്യപാനികളാക്കും എന്നുള്ളത് പഴമൊഴി. എന്നാൽ സ്വയം പരാജിതരായവർ പ്രശ്നപരിഹാരത്തിനായി സ്വയം മദ്യത്തെ അഭയം പ്രാപിക്കുന്നത് പുതുമൊഴി. പ്രിയങ്ക പറയുകയാണ്, നീ വളരെ വാചാലമായി സംസാരിക്കുന്നുണ്ടല്ലോ, കൊള്ളാം, നല്ല ഭാഷ, കാതുകൾക്ക് നല്ല സുഖം. ഗംഗ പറയുകയാണ്, എന്റെ സഹോദരിക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും അസ്വസ്ഥതകളും എന്റേത് കൂടിയാണെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. കൂടപ്പിറപ്പിനെ വിട്ടൊരു ജീവിതം എനിക്കില്ല. പ്രിയങ്ക ചോദിക്കുകയാണ്, പിന്നെ എനിക്കുണ്ടോ? പൊതുജനം വിധി എഴുതിയൊരു സത്യമാണ് നീ പറഞ്ഞത്, അത്രയുള്ളൂ. അതായത് ഏത് കൊടുങ്കാറ്റിലും ഒറ്റക്കെട്ടായി നിന്ന് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരാണ് നാഗണത്തെ സഹോദരികളെന്ന്. ഈ മുദ്ര നമുക്ക് ചാർത്തി തന്നവരിൽ ഏറിയ ഭാഗവും മിത്രങ്ങളല്ല, ശത്രുക്കളാണ്. ഗംഗ പറയുകയാണ്, പ്രശ്നങ്ങളെ നേരിടാൻ നമ്മൾ പലപ്പോഴും കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. എന്റെ വാക്കുകൾ നീ കേട്ടിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പറയുന്നത്. ഇപ്പോഴുണ്ടായ പല പ്രശ്നങ്ങൾക്കും കാരണം ആ സ്ത്രീയാണ്, രാജരാജേശ്വരി. അവരെ നമ്മൾ പരിഗണിച്ചതും മുന്നിൽ നിർത്തിയതുമാണ് തെറ്റ്. അന്നേരം പ്രിയങ്ക പറയുകയാണ്, അതിശക്തനായ ബാലിയെ വധിക്കാൻ സുഗ്രീവൻ ശ്രീരാമന്റെ സഹായം തേടിയിരുന്നു. അതൊരു പരസ്പര സഹായമായിരുന്നു. ഗംഗ പറയുന്നു, അത് ബാലി. അഖിലയെ പരാജയപ്പെടുത്താൻ നമുക്ക് രാജരാജേശ്വരിയുടെയോ മറ്റാരുടെയോ സഹായം ആവശ്യമില്ല.
അതിനുള്ള മനക്കരുത്തും കൈക്കരുത്തും ഉള്ളവരാണ് നാഗമഠത്തെ പെൺകുട്ടികൾ. അത് പ്രിയങ്ക മറന്നതാണ് തെറ്റ്. അന്നേരം അവിടെ കോളിംഗ് ബെല്ലടിക്കുകയാണ്. ഗംഗയോട് പ്രിയങ്ക പറയുന്നു ആരാണെന്ന് നോക്കാൻ പോയ ഗംഗ പറയുകയാണ്, പ്രിയങ്കയെ കുറുപ്പേട്ടനാണ്. വരാൻ പറയും ഗംഗേ. പ്രിയങ്ക ചോദിക്കുകയാണ്, എന്താ കുറുപ്പേട്ട പെട്ടെന്നൊരു വരവ്? തൃച്ചംബരത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? തൃച്ചംബരത്ത് പ്രശ്നങ്ങളുടെ ഒരു പരമ്പര തന്നെയാ കുഞ്ഞേ. ആനന്ദ് അഖിലയുമായി വലിയൊരു വഴക്കുണ്ടായി. ഒരിക്കലും അടുക്കാൻ പറ്റാത്ത വിധം അമ്മയും മകനും എന്നേക്കുമായി പിരിഞ്ഞു. ഇത് കേട്ട് പ്രിയങ്ക സന്തോഷിക്കുകയാണ്. എന്താ ഉണ്ടായത് വിശദമായി പറയാൻ പ്രിയങ്ക പറയുന്നു. പറയാം എന്നും പറഞ്ഞ് കുറുപ്പ് അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം പ്രിയങ്കയോടും ഗംഗയോടും പറയുകയാണ്. പ്രിയങ്ക പറയുകയാണ്, അങ്ങനെ പൊട്ടിത്തെറിച്ച് പല കൃഷ്ണങ്ങളാവട്ടെ തൃച്ചംബരം. ചിതറിത്തെറിക്കണം, നശിക്കണം. വേൾഡ് ട്രേഡ് സെന്റർ തകർക്കാൻ ഒറ്റയ്ക്ക് വിമാനം പറത്തിപ്പോയ ആ യുദ്ധവീരനായ വിമാനികൻ ഉണ്ടല്ലോ, അവനാണ് എന്റെ ആദർശ പുരുഷൻ. എന്നിട്ട് കുറുപ്പ് പറയുകയാണ്, ഇത്രയുമൊക്കെ നടന്നിട്ടും ഒരു അത്ഭുതമുണ്ടായി എന്റെ കാര്യത്തിൽ. ഭാഗ്യത്തിന് ഇതുവരെ അഖില എന്നെ സംശയിച്ചിട്ടില്ല. അത് കേട്ട് ചിരിക്കുകയാണ് പ്രിയങ്ക. അന്നേരം അവിടേക്ക് അഖില വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഒരാള് കുറ്റവാളിയാണെങ്കിൽ അയാളെ പിന്നെ സംശയിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ കുറുപ്പേ. ആകെ അമ്പരന്ന് നിൽക്കുകയാണ് കുറുപ്പ്. അപ്പോൾ അഖില ചോദിക്കുകയാണ്, എന്താ തികച്ചും അപ്രതീക്ഷിതമായി പോയോ ഓർക്കാപ്പുറത്തുള്ള ഈ കടന്നുവരവ്? പ്രിയങ്കയുടെ കയ്യിലിരിക്കുന്ന ഗ്ലാസ് നോക്കി അഖില പറയുകയാണ്, ഓ സുരപാനം. മധൂക പൂക്കൾ വാറ്റിയ മദ്യമാണോ? അതാണ് ഭാരതകഥയിലെ വീരന്മാർ കഴിച്ചിരുന്നത്. അതോ സോമലതയോ? ലഹരി തലയ്ക്ക് പിടിക്കാൻ നിനക്ക് മദ്യമാണ് ശരണമെങ്കിൽ എനിക്ക് ലഹരി പിടിക്കുന്നത് ശത്രുവിന്റെ മുൻപിൽ നിൽക്കുമ്പോഴാണ്. എന്റെ ശത്രുക്കളായ നിന്നെയും ദേ ഇവളെയും കാണുമ്പോൾ ആ ലഹരി സിരകളിലേക്ക് പടർന്ന് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങുവാണ്. അതിന്റെ ഉന്മാദാവസ്ഥയിലാകണമെങ്കിൽ ഒരാൾ കൂടി വേണം എന്റെ മുൻപിൽ. ശാന്തിയും സമാധാനവും നിറഞ്ഞ എന്റെ ജീവിത വീഥികളിലേക്ക് സമാധാനത്തിന്റെ മണൽക്കാറ്റ് പോലെ വന്ന ഒരു പാഴ് ജന്മം. നേരം രാജേശ്വരി വന്നിട്ട് പറയുകയാണ്, നീ പ്രതീക്ഷിച്ചയാൾ ഞാൻ തന്നെയല്ലേ അഖില? അഖില പറയുകയാണ്, എന്റെ കണക്കുകൂട്ടലുകളൊക്കെ എത്ര കറക്റ്റാണ്. ഇതാണ് പറയുന്നത്. മത്സ്യബന്ധനത്തിന്റെ തത്വശാസ്ത്രം പോലെ ചൂണ്ടയിൽ കോർത്ത് വെള്ളത്തിലേക്കിടുന്ന ഇരയോടൊപ്പം നമ്മൾ ചാടിയാൽ ഒരു ചെറു മത്സ്യം പോലും കിട്ടില്ല. കാത്തിരിക്കാനുള്ള ക്ഷമ വേണം, കോർത്തെടുക്കാനുള്ള ആർജവവും വേണം. കുറുപ്പിനെ ചൂണ്ടി അഖില പറയുകയാണ്, ഇയാളെ ഇരയായിട്ട് ഞാൻ ഉപയോഗിക്കുകയായിരുന്നു. ഈ കുറുപ്പ് ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ എനിക്കുറപ്പായിരുന്നു നീ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ളത്. മാത്രമല്ല ശത്രുക്കൾ ശത്രുപാളയത്തിലല്ലാതെ മറ്റെവിടെയാണ് തമ്പടിക്കുക? ഇത് കേട്ട് ഉറക്കെ ചിരിക്കുകയാണ് രാജരാജേശ്വരി. രാജേശ്വരി പറയുകയാണ്, നീ മത്സ്യബന്ധനത്തിന്റെ കഥ പറഞ്ഞു. എനിക്ക് പക്ഷെ നായാട്ടാണ് പ്രിയം. അല്ലെങ്കിൽ വേണ്ട, കാടിളക്കി വലിയ മൃഗങ്ങളെ പുറത്തു ചാടിക്കാം. വെടിവെച്ചോ അമ്പെയ്തോ കൊല്ലുക. എന്നിട്ട് വീണ്ടും ചിരിക്കുകയാണ് രാജരാജേശ്വരി. എന്നിട്ട് പറയുകയാണ്, പക്ഷേ ഇവിടെ എനിക്ക് കാടിളക്കേണ്ടി വന്നില്ല. നീ പുറത്തു ചാടി. എനിക്ക് നെല്ലിലേക്കുള്ള വഴി വളരെ എളുപ്പമായിരുന്നു. അന്നേരം അവിടേക്ക് തോക്കുമായി ശ്രീനി വരികയാണ്. അഖില പറയുകയാണ്, നിന്റെ രാജ്യത്തിന്റെ സമ്പൂർണ്ണ പതനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പെട്ടെന്ന് ശ്രീനി അഖിലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുകയാണ് പിന്നിൽ നിന്നും. തോക്കിൻ മുനയിൽ നിൽക്കുന്ന അഖിലാണ്ടേശ്വരിയെ കണ്ട് രാജരാജേശ്വരി ഉറക്കെ ചിരിക്കുകയാണ്. രാജേശ്വരി പറയുകയാണ്, ആരുടെ വിജയമാണ് ഇവിടെ ആഘോഷിക്കപ്പെടാൻ പോകുന്നത്? മനസ്സിലായോ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക്? പ്രിയങ്ക പറയുകയാണ്, ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. അഖിലയ്ക്ക് ഒരു കല്ലറയും സ്മാരകവും പണിയാനുള്ള സ്ഥലം നാഗമഠത്ത് പ്രിയങ്ക ദാനമായിട്ട് കൊടുക്കും. സംശയം വേണ്ട. നിങ്ങളെ സമ്മതിക്കാതെ നിവർത്തിയില്ല ആന്റി. ഈ ആത്മധൈര്യത്തെ അംഗീകരിച്ചേ പറ്റൂ. പോയിന്റ് ബ്ലാങ്കിലാണ് നിൽപ്പെങ്കിലും പതറാതെ ഇടറാതെ നിങ്ങളുടെ ഈ മനോധൈര്യം ഐ ലൈക്ക് ഇറ്റ്. ഗ്ലാസ് താഴെ വെച്ചിട്ട് വീണ്ടും മദ്യം ഒഴിക്കാൻ തുടങ്ങുന്ന പ്രിയങ്കയുടെ നേരെ അഖില സാരിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഗൺ ചൂണ്ടുകയാണ്. അത് കണ്ട് എല്ലാവരും തെല്ലൊന്ന് അമ്പരപ്പെടുന്നു. ഇപ്പോൾ ശ്രീനിയുടെ തോക്കിൻ മുനയിൽ അഖിലാണ്ടേശ്വരിയും അഖിലയുടെ തോക്കിൻ മുനയിൽ പ്രിയങ്കയും നിൽക്കുകയാണ്. അഖില പ്രിയങ്കയോട് ചോദിക്കുകയാണ്, എന്താ നിന്റെ ക്ഷത്രിയ വീര്യം ഒലിച്ച് അറബിക്കടലിലേക്ക് പോയോ? അതിനുശേഷം അഖില പെട്ടെന്ന് ശ്രീനിയുടെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങി ശ്രീനിയുടെ നേരെ ചൂണ്ടുകയാണ്. എന്നിട്ട് അഖില ചോദിക്കുകയാണ്, എന്താ എല്ലാവരുടെയും വെല്ലുവിളികളും ആത്മപ്രശംസകളുമൊക്കെ തീർന്നോ? ഘോരഘോരം പ്രസംഗിക്കുന്നത് കേട്ടല്ലോ. നാഗമഠത്ത് പ്രിയങ്കയും ഊരും ഇൻഷിലുമില്ലാത്ത രാജരാജേശ്വരിയും. എന്നിട്ട് അഖില തോക്ക് കുറുപ്പിന് നേരെ ചൂണ്ടുകയാണ്. എന്നിട്ട് ഗംഗയുടെ നേരെയും രാജേശ്വരിയുടെ നേരെയും ഒക്കെ മാറി മാറി ചൂണ്ടുകയാണ് അഖില. എന്നിട്ട് ശ്രീനിയെ നോക്കി പറയുകയാണ്, ആദ്യം തല തകർക്കേണ്ടത് നിന്റെയാണ്. എന്റെ ശമ്പളം പറ്റിക്കൊണ്ട് എന്റെ വിശ്വസ്തനായി കൂടെ നിന്നിട്ട് എന്നെ ചതിച്ചവനാണ് നീ. 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ പോലെ ഹസ്തിനപുരത്ത് വന്ന ഒരു കുലം മുടിപ്പിക്കാൻ സന്നാഹങ്ങൾ ഒരുക്കിയ ശകുനിയെ പോലെ നീചനാണ് നീ. തകർക്കട്ടെ നിന്റെ തല എന്ന് പറഞ്ഞിട്ട് ശ്രീനിയുടെ നെറ്റിക്ക് നേരെ പിടിക്കുകയാണ് അഖില. അന്നേരം ശ്രീനി അഖിലാണ്ടേശ്വരിയെ കൈകൂപ്പുന്നു. എന്ന് വിളിക്കുമ്പോൾ അഖില പറയുകയാണ്, മിണ്ടരുത് നീ. പേടിയോടെ അവൻ കൈകൂപ്പുന്നു. എന്നിട്ട് അഖില ഗംഗയുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, സ്വന്തം മകളെ പോലെ നിന്നെ സ്നേഹിച്ച, എന്നെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞ മറ്റൊരുത്തി. സുന്ദരമായ മുഖം,
ഉള്ളിലോ കാളകൂട വിഷം. അവതാരങ്ങൾ അവതരിക്കുന്നത് ദുഷ്ടശക്തികളെ സംഹരിക്കാനാണ്. നിങ്ങളെപ്പോലുള്ള വിഷപ്പാമ്പുകളെ വകവരുത്താൻ ഭഗവാൻ അവതരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അത് ഭഗവാൻ എന്നെ പോലുള്ളവരെ കൊണ്ട് നിർവഹിക്കും. എന്താ, കൊല്ലട്ടെ എല്ലാത്തിനെയും? കൊല്ലട്ടെ എന്ന് എല്ലാവരുടെ നേരെയും തോക്ക് മാറി മാറി ചൂണ്ടി അഖില ചോദിക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. താങ്ക്